രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി CPIM-മായി കൂട്ടുകച്ചവടം നടത്തുന്നു. നഗരസഭയിൽ തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും പോലീസ് അറിയിച്ചില്ല. ജി സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകാതെയാണ് രമേശ് ചെന്നിത്തല മടങ്ങിയത്. ആ പ്രതികരണം കേൾക്കാം. 10 പേരെയും കൂടി സമ്മേളന സ്ഥലത്ത് പോകാനും അടിയും പിടിയും നടത്താനും ഒന്നും നമുക്ക് പരിപാടിയില്ല. അതിനല്ല രാഷ്ട്രീയം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രമേശ് ചെന്നിത്തല വന്നിട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ചാണ് ഇന്നതാണ് പോവാണ്. അങ്ങയുടെ പോലീസ് എന്തുകൊണ്ട് ഈ സംഭവം അറിയിക്കട്ടെ എന്നോട് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? അവിടെ ലോക്കൽ പോലീസിന് ഗുരുതരമായി വീഴ്ചയാണ്. ഷാജഹാൻ കൂടി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജഹാൻ, ആഭ്യന്തരമന്ത്രിയെ വേദിയിലിരുത്തി അദ്ദേഹത്തിന്റെ പോലീസിനെതിരെയും പാർട്ടിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. എന്താണ് സുധാകരൻ പറയുന്നത്? അല്പസമയം മുൻപാണ് ആലപ്പുഴയിൽ ഒരു സർക്കാർ പരിപാടി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. അവിടെ വെച്ചാണ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ വിമർശിച്ചത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരത്തിൽ നിന്നുള്ള MLA-മാർക്ക് സ്വീകരണം നൽകിയിരുന്നു. എന്നാൽ ജി സുധാകരന് സ്വീകരണം നൽകരുതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. LDF ആണ് അവിടെ പ്രതിപക്ഷമായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ വനിതാ നേതാക്കൾക്കെതിരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇങ്ങനെ പരാമർശം നടത്തിയ ഒരാളെ നഗരസഭയിൽ വിളിച്ച് സ്വീകരണം നൽകണ്ട എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ സുധാകരൻ വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കും, പ്ലക്കാർഡുകൾ ഉപയോഗിച്ച് തങ്ങൾ മുദ്രാവാക്യം വിളിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ പോലീസ് സുധാകരനെ അറിയിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. പക്ഷേ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തുമില്ല. ഇത്തരം ഭീഷണികളും അല്ലെങ്കിൽ അത്തരം പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും അല്ലെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് വകുപ്പ് മന്ത്രിയെ കൂടി ഇരുത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ഒക്കെ തന്നെ വിമർശിച്ചത്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും വിജയിച്ച MLA നമുക്കറിയാം, അദ്ദേഹം ഈ ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിരുന്നു. ആ മർദ്ദനത്തിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാണ് അദ്ദേഹം വിജയിച്ചത് എന്നുള്ളൊരു പരാതി പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. അത്തരം പരാതി കൂടി അത്തരം ഒരു ആരോപണം കൂടി സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാര്യം ആലപ്പുഴയിലെ MLA വിജയിച്ചതുപോലെയല്ല താൻ വിജയിച്ചത്, താൻ ജനങ്ങളുടെ വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ട് ആലപ്പുഴയിലെ MLA വിമർശിക്കുക കൂടിയാണ് സുധാകരൻ ചെയ്തത്. ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പാർട്ടി നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ താൻ സ്വതന്ത്രനായിട്ട് വിജയിച്ചു വന്ന ആളാണ് എന്ന ഒരു അഹന്തയിലാണ് അദ്ദേഹം കോൺഗ്രസിനെയും മറ്റും ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു വരുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകുന്നത്.